കാണാൻ പോകുന്ന കുടുംബശ്രീ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ ഫുൾ റിവ്യൂ ആണ്. പിന്നെ കാണാൻ പോകുന്ന എപ്പിസോഡ് സത്യഭാമയുടെ വളർത്തു പുത്രനായ രോഹിത്ത് തന്നെ സത്യഭാമയുടെ തലക്കിട്ട് ഒരു അടി കൊടുക്കുന്ന നിമിഷമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ എപ്പിസോഡ് ഡീറ്റെയിൽ റിവ്യൂ കാണുന്നുണ്ടെങ്കിൽ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് കമൻസ് ഷെയർസിൽ ആരും മറക്കണ്ട. കഴിഞ്ഞ വീഡിയോ തന്നെ ഒരു 5 ദിവസത്തിന് മുന്നേയുള്ള വീഡിയോ തന്നെ ഇന്നലെ വരെ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോയിലും കുറച്ച് എന്താണ് നമ്മൾ ടി വി കാണിക്കുന്നതിനേക്കാളൊക്കെ കുറച്ചും കൂടെ മുന്നിലേക്ക് എന്തൊക്കെ സംഭവിക്കുന്നുള്ള കാര്യങ്ങൾ പറഞ്ഞാക്കി ഇത് നിർത്തുന്നത്. ഇതിന് ശേഷം ഒരു വീഡിയോ വരുന്നത് അതാരും കാണാൻ മറക്കരുത്. കാരണം നമ്മുടെ സത്യഭാമയോട് ഒരു വിവാഹാലോചന വരുന്ന കാര്യമാണ്. അപ്പോൾ അതൊരു രസകരമായ ഒരു എപ്പിസോഡാണ് നോക്കാം. അപ്പോൾ ഇനി കാണാമെന്ന എപ്പിസോഡിനകത്ത് കാണിക്കുന്ന കാര്യം നമ്മുടെ വിഷ്ണു ഓൾറെഡി തന്നെ എന്താണ് സത്യഭാമയുടെ ഫോൺ കോൾ കേട്ടതും ഷാനിയുടെ വീട്ടിൽ നേരെ എന്താണ് സത്യഭാമയുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞു. അപ്പം വീട്ടിൻ്റെ അകത്ത് തന്നെ വിഷ്ണു ഉണ്ട്. വിഷ്ണു മേലത്ത് നിലയിരിക്കുകയാണ്. ഈ സമയത്ത് താഴെ നമ്മുടെ രാഘവേട്ടനും സത്യഭാമയൊക്കെ ഭയങ്കര ടെൻഷനകത്താണ്. ടെൻഷൻ മറ്റൊരു കാര്യമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം സത്യഭാമ എങ്ങനെ 15 കോടി രൂപ 15 ദിവസത്തെ അടയ്ക്കുമെന്ന്. ആ ടെൻഷൻ ഈ സത്യഭാമ ഒരറ്റ നിൽക്കുമ്പോൾ രാഘവേട്ടൻ എന്തെങ്കിലും മാർഗ്ഗമുണ്ടോ ഭാമയെന്ന് ഭാമയോട് ദേഷ്യവും അതുപോലെ തന്നെ എല്ലാ രീതിയിലും കലിയും എല്ലാം തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് നമ്മൾ രോഹിത്തിൻ്റെ ഫോൺ വിളിച്ചിട്ടൊന്നും എടുക്കാതിരിക്കുന്ന രോഹിത്തിൻ്റെ എൻട്രി ചെറിയ എൻട്രി ഒന്നുമില്ല. രോഹിത്ത് നേരെ കള്ള് കുടിച്ചിട്ട് ഒരു ഓട്ടോയിൽ വന്നാൽ ഇറങ്ങുന്നത്. അപ്പോൾ ഓട്ടോക്കാരന് പൈസ കൊടുത്തിട്ട് നേരെ എന്താണ് സത്യഭാമയുടെ വീട്ടുമുറ്റത്ത് തന്നെ നിൽക്കുകയാണ്. ആ വീട്ടുമുറ്റത്ത് എടി ശ്യാമ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വാടി എന്ന് പറഞ്ഞ് ശ്യാമയെ ശരിക്കും കണ്ണ് പൊട്ടത്തൊക്കെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും സത്യഭാമ എന്താണ് അത് കേൾക്കണം, ഇവൻ ഇത് രോഹിത്തിൻ്റെ സൗണ്ടല്ലേ, രോഹിത്ത് എന്താ അവനെന്താ വീട്ടിൻ്റെ മുറ്റത്ത് നടന്ന് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് സത്യഭാമ ചിന്തിക്കുമ്പോഴത്തേക്കും നമ്മുടെ ശ്യാമയ്ക്കൊരു ഭാഗം പേടിയുണ്ട്. കാരണം സത്യാമ്മയുടെ മുന്നേ രോഹിത്ത് വിളിച്ച് പറഞ്ഞാൽ എൻ്റെ ജീവിതം ഇതോടെ പരിങ്ങലാവുമെന്ന് പറഞ്ഞിട്ട് ശ്യാമ നേരെ എന്താണ് ഇറങ്ങിപ്പോയി രോഹിത്തിനെ സ്വീകരിക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും സത്യം എടി ഇവിടെ നിൽക്കടി, കള്ള് കുടിച്ചിട്ട് വന്നവൻ്റെ മുന്നിലേക്കാണ് നീ പോകുന്നത്. അല്ലെങ്കിൽ തന്നെ ആണുങ്ങൾക്ക് ചേർന്ന സ്വഭാവമല്ല വീട്ടിൻ്റെ മുറ്റത്ത് കിടന്ന് വലിയ രീതിയിൽ ഒച്ച വെച്ച് സംസാരിച്ചിട്ട് താൻ വലിയ ആളാന്നുള്ള രീതിയിൽ കാണിക്കുന്നത്. അവന് വല്ലതും പറയുകയാണെങ്കിൽ വീട്ടിൻ്റെ അകത്തൊന്ന് പറയട്ടെ, നീ പോകാൻ നിൽക്കേണ്ട എന്നിട്ട് അങ്ങനെ സത്യഭാമ എന്താണ് ശ്യാമയെ പിടിച്ചിരിക്കുന്നത്. ശ്യാമയ്ക്ക് ഭയങ്കര ടെൻഷൻ കൂടുവാണ്. സത്യഭാമയാണെങ്കിലോ അകത്തുനിന്ന് പിള്ളച്ചേട്ടന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്, പോയി രോഹിത്തിനെ അകത്തേക്ക് വിളിച്ചിട്ടുണ്ട്. അവൻ എന്ത് പറയണമെങ്കിൽ ഇവിടെ വന്ന് പറയാൻ ഞാൻ പറഞ്ഞു പറയുമ്പോഴത്തേക്കും നേരെ രോഹിത്ത് അകത്തേക്ക് കയറി വരും. ഓ എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നോ? ആ എല്ലാവരും ഉണ്ടല്ലോ, എന്താ എല്ലാവരും ഒരുമിച്ചിരിക്കുന്നത്? എടാ നീ എന്താടാ ഫോൺ വിളിച്ചെടുക്കാൻ? ഓ ഫോൺ വിളിച്ചിടാ, ഞാൻ അതൊന്നും നോക്കാമെന്നൊക്കെ പറഞ്ഞ് രോഹിത്ത് കള്ളിൻ്റെ ആ ഒരു ലഹരിയിൽ പലതും അങ്ങ് പറയുക. ഷാമി നിനക്കെന്താടി ഞാൻ വിളിച്ചാൽ പുറത്തിറങ്ങി വരാൻ പറ്റില്ല? ഓ നീ അടുത്ത കള്ളത്താരം ഒപ്പിക്കാൻ വേണ്ടിയിരിക്കുകയാണ്. എല്ലാവരും ചതിയന്മാരാ വന്നിട്ട് രോഹിത്ത് അവിടെ കിടന്ന് പിച്ചുമേയും പറയുമ്പം നമ്മുടെ സത്യമായിരിക്കും, നിനക്ക് ഇന്ന് തുടങ്ങിയട ഈ ശീലം, രാവെന്നും പകലും നോക്കാതെ ഒരു ദിവസം കുടിച്ചിട്ട് വന്നാൽ ഞാൻ ശരി പോട്ടെ, നിനക്ക് അബദ്ധം പറ്റാതെ വയ്ക്കുമ്പം നിനക്ക് ഇന്ന് തന്നെ ആവർത്തിക്കാനാണോ രോഹിത്ത് നീ തീരുമാനിച്ചിരിക്കുന്നത്? നീ കള്ള് കുടിച്ച് ബിസിനസ് കൊണ്ട് നശിപ്പിക്കുന്നു. ഓ എന്തോ പറഞ്ഞത്, ബിസിനസ് നശിപ്പിക്കുന്നു? ഞാൻ ഇതിനു വേണ്ടി എത്ര അധ്വാനിച്ചിട്ട് അന്നേരം നിങ്ങളൊന്നും പറഞ്ഞ് പുകഴ്ത്തി കേട്ടിട്ടില്ലല്ലോ. ഇന്നിപ്പം നിങ്ങൾക്ക് ഒരു നഷ്ടം വന്നപ്പം അതെല്ലാം എങ്ങോട്ട് എൻ്റെ തലയിടുന്നു എന്നൊക്കെ പറഞ്ഞ് രോഹിത്ത് തിരിച്ച് സത്യഭാമയുടെ എതിർ സംസാരിക്കും. എടാ നീ എന്തുവാടാ ഈ പറയുന്നത്? നിനക്കിപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ള കാര്യം അറിയാമോ? ആ മന്ത്രി കൈ മലർത്തി, നിനക്ക് കാര്യങ്ങൾ വല്ല അറിയാമോ? 15 കോടി രൂപയുടെ 15 ദിവസത്തെ അടയ്ക്കാൻ വേണ്ടി റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് വന്ന് നോട്ടീസ് തന്നിട്ട് പോയത്. ഞാനാണെങ്കിൽ അതിൻ്റെ തീ പിടിച്ച് നിൽക്കുമ്പോഴാണ് നീ ഇവിടെ വന്നിട്ട് മറ്റ് പിച്ചും പേയും പറയുന്നത്. ആ ഉപേന്ദ്രനെ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. സർക്കാരാണെങ്കിൽ 15 കോടി രൂപ നമ്മളാണ് നഷ്ടം വരുത്തി വെച്ചെന്നാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത്. ഇത് എന്ത് ചെയ്യൂടാ? ഇതിനൊരു തീരുമാനം പറ. നീ കൂടെ അല്ലേ ഈ കച്ചവടത്തിന് കൂട്ടുനിന്നത്? ഈ കച്ചവടം നീ മിടുക്കനായി ചെയ്യുന്നുള്ള ഒറ്റ ഉറപ്പുണ്ട്. നിന്നെ കണ്ടിട്ടല്ലേടാ, ഞാൻ ആ ഉപേന്ദ്രനെ കണ്ടിട്ടല്ലോ, എനിക്ക് വേണ്ടി നീ നിൽക്കുമെന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ നിനക്ക് വേണ്ടി ഈ കാശ് മൊത്തം മുടക്കി. എന്നിട്ട് ഇപ്പം എന്താടാ നീ? ഭാമയാണെങ്കിൽ രോഹിത്തിന് ശരിക്കും ശകാരിയാണ്. കാരണം പുള്ളിക്കാരിയുടെ മാനസിക സംഘർഷം മൊത്തം ഒരുമിച്ച് അങ്ങ് തീർക്കുവാണ്. ഇതിന് എന്തെങ്കിലും പോം വഴിയുണ്ടോ എന്ന് അറിയാൻ നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ രാഘവേട്ടൻ രോഹിത്തിൻ്റെ ഭാഗത്ത് നിന്ന് എന്താ വീഴുന്നത് അറിയാൻ വേണ്ടി കാത്തിരിക്കും. കാരണം ഒരു സൊല്യൂഷൻ പ്രതീക്ഷ മാത്രം നിൽക്കുകയാണ് രാഘവേട്ടൻ. അപ്പോഴത്തേ രോഹിത്ത് പറയുന്നുണ്ട്, ഇതിന് എന്ത് സൊല്യൂഷൻ? 15 കോടി രൂപയ്ക്ക് പകരം വീടെങ്കിൽ വീട് കൊടുക്കണം സത്യാമയെ, അല്ലാതെ വേറെ എന്ത് ചെയ്യാൻ? അല്ല 15 കോടി രൂപ എന്നെ കൊണ്ട് ഒപ്പിക്കാൻ പറ്റും? സത്യാമയ്ക്ക് ഒപ്പിക്കാൻ പറ്റില്ല 15 ദിവസത്തിൽ 15 കോടി രൂപ. പിന്നെ ഞാൻ എങ്ങനെ ചെയ്യാൻ പറ്റും? പിന്നെ എൻ്റെ ആരും അല്ലല്ലോ യുവജന ചിറ്റപ്പൻ പറയുന്നത് നിങ്ങളുടെ തന്നെ ബന്ധുവല്ലേ, അദ്ദേഹം പറഞ്ഞതിന് നിങ്ങൾ കൊടുത്തു, അതിന് ഞാൻ എന്ത് പഴിച്ചു? ഞാൻ പറഞ്ഞു സത്യാമ്മയുടെ കാര്യം, സത്യാമ്മ ഈ ബിസിനസ് എനിക്ക് ചെയ്യാൻ നിങ്ങൾ കാശ് തന്നേ പറ്റത്തുള്ളൂ, ഞാൻ നിങ്ങളുടെ കാല് പിടിച്ചൊന്നുമില്ല. നിങ്ങളുടെ ബിസിനസ് നോക്കിയാൽ നിങ്ങളുടെ മോന് പോക്കില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഇഞ്ചി നീരാക്കി പിഴിഞ്ഞ് എൻ്റെ അധ്വാനം തിന്നാൻ വേണ്ടി നിങ്ങൾക്ക് ഞാൻ വേണമെന്ന് അത് നിങ്ങൾ വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ കുടുംബത്തിൽ കയറി വന്നെങ്കിൽ നിങ്ങൾക്ക് എത്രമാത്രം ലാഭം നേടിത്തരാൻ പറ്റുമോ അത്രയും നേടിത്തരണം. ബിസിനസ്സായ ചിലപ്പം ലാഭം കിട്ടി നിൽക്കും, ചിലപ്പോൾ നഷ്ടത്തിലായി നിൽക്കും. ഒരു നഷ്ടം വന്നാൽ സഹിക്കണം അങ്ങ് എന്നൊക്കെ
എന്നൊക്കെ പറയുന്നത് രാഘവേട്ടനങ്ങ് ശരിക്കും ദേഷ്യം വരുവാണ്. കാരണം വീട് വെച്ചല്ലേ ഇവൻ ഈ കളിക്കുന്നത്, എന്നിട്ട് ഇവനൊരു കൂസില്ല, അപ്പം ഇവൻ ഇതെല്ലാം അറിഞ്ഞു എന്ന രീതി. അപ്പം നീ അറിഞ്ഞുകൊണ്ട് ചതിക്കുവാന്നോ എന്ന് നമ്മുടെ സത്യഭാമ ചോദിക്കുമ്പം, ഞാൻ ചതിക്കാനോ, എന്നെ നിങ്ങളൊക്കെ കൂടെ ചതിച്ചിട്ട് ഇപ്പം ചതിയൻ രോഹിത്തായി മാറി. ആ കൊള്ളാം കൊള്ളാം എന്നൊക്കെ രോഹിത് ഭയങ്കര കള്ളിൻ്റെ ഇതിനകത്ത് പറയുവാണ്. എല്ലാവരും രോഹിത്തിനെയാണ് ചതിച്ചതെന്നൊക്കെ പറയുമ്പം, നിന്നെ ഏത് രീതി ചതിച്ചത്? ഈ നിൽക്കുന്ന ശ്യാമ, ഇവളാണ് ചതിക്കുന്നത്, ഏറ്റവും നല്ല രീതിയിൽ ചതിച്ചത്, എന്നെ നല്ല വൃത്തിക്ക് ചതിച്ച്, സ്നേഹം കൊണ്ട് കാണിച്ച് എന്നെ ചതിച്ചത്. അപ്പം സത്യഭാമ എന്താണ്, ശ്യാമ നോക്കുമ്പോൾ ശ്യാമയുടെ മുഖം പരിങ്ങി പരിങ്ങി നിൽക്കുകയാണ്. അപ്പം ശ്യാമ പറയും, എടീ നീ ഒരു ആണിനോട് ചെയ്യാൻ പാടില്ലാത്ത വലിയ ചതിയില്ലേടി എന്നോട് ചെയ്തതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ആർക്കും കാര്യമൊന്നും മനസ്സിലായി. ശ്യാമ അവിടെ ഭയങ്കര ടെൻഷനിൽ നിൽക്കുകയാണ്. എടാ നീ വീടിൻ്റെ കാര്യത്തിൽ ഒരു പരിഹാരം പറ, 15 കോടി രൂപയ്ക്ക് എന്താ നമ്മൾ ചെയ്യേണ്ടതെന്നൊന്നും പറ നീ, അല്ലെങ്കിൽ ഈ കച്ചവടത്തെ എന്താ ഇപ്പോഴത്തെ ആ ഒരു നിലവാരം നിങ്ങൾ പറ. തടി കച്ചവടത്തെ എന്താടാ അവിടുന്ന് ലാഭമൊന്നും കിട്ടിയില്ലേ, നമ്മൾ ഇത്രയും മുടക്കി നമുക്ക് ഇതിനേക്കാൾ ലാഭം കിട്ടുമെന്നിട്ടല്ലേ, എന്നിട്ട് ഇപ്പോൾ എന്ത് സംഭവിച്ചു? ഈ പറയുന്ന ഉപേന്ദ്രൻ നിന്നെ വിളിച്ചോ, നിങ്ങൾ സംസാരിച്ചോ, എന്താ സംസാരിച്ചു, നീ ഇത്രയും നേരം എവിടെ ആയിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പം, ഞാൻ എവിടെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം, നിങ്ങളിത് ഞാൻ പറഞ്ഞില്ലേ, എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇത് കയ്യിൽ നിന്ന് പോയ കളി തന്നെയാണ്. 15 കോടി രൂപ നിങ്ങളുടെ കയ്യിൽ കൊടുക്കുകയാണെങ്കിൽ കൊടുത്തിട്ട് വീട് തിരിച്ചു പിടിക്കണം സത്യാമ്മയെ, അല്ല പറ്റത്തില്ലെങ്കിൽ വീട് ഒഴിഞ്ഞു കൊടുക്കണം, അല്ല എന്ത് ചെയ്യാനാ? രോഹിത്തിന് പണ്ട് ഒന്നും പ്രത്യേകിച്ചില്ലായിരുന്നു, രോഹിത് നഷ്ടപ്പെടാൻ ഇടം വല്ല ഒന്നുമില്ല എന്നൊക്കെ രോഹിത് പറയുമ്പം ഇത് കേട്ട് നിൽക്കുമ്പോൾ നമ്മുടെ രാഘവനെ സമനിലയിട്ടിട്ട് രാഘവൻ എന്താണെന്നറിയോ, എണീറ്റ് എന്താണ് 3 മണിയൊക്കെ പിടിച്ച് എണീറ്റ്, എടാ നീ എന്തുവാടാ പറഞ്ഞത്, അതായത് വീട് നഷ്ടപ്പെടുത്തി കളയണമെന്ന് അവൻ പറഞ്ഞപ്പോൾ രാഘവനെ സഹിക്കാൻ വയ്യാതെ എന്താണ് അങ്ങനെ പിടിച്ചങ്ങ് തള്ളുവാണ്. ഈ സമയത്ത് രോഹിത്തെ വിട്ട് കൊടുക്കില്ല, ദേ എന്നെ തൊട്ട് കളിച്ചോണ്ടല്ലോ, നിങ്ങൾ കുറേ എൻ്റെ തലയിൽ കയറാൻ തുടങ്ങി, നിങ്ങൾ ഭയങ്കര അച്ഛനും അമ്മയും കളിയാകുന്നല്ലോ, നിങ്ങൾ എന്തോ തന്നെന്ന് പറഞ്ഞിട്ടാ എന്ന് പറഞ്ഞിട്ട് നേരെ രോഹിത്തും ആ രാഘവേട്ടനെ പിടിച്ചങ്ങ് തള്ളുമ്പോഴത്തേക്ക് സത്യഭാമ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല, എടാ നീ എന്തുവാടാ കാണിക്കുന്നത് എന്ന്. സത്യഭാമയ്ക്ക് ശരിക്കും ദേഷ്യം വന്നിരിക്കുന്ന ആ സമയത്താണ് കറക്റ്റ് നമ്മുടെ വിഷ്ണു എന്ന്, എടാ നീ എന്തുവാടാ ചെയ്യുന്നത് എന്നിട്ട് വിഷ്ണു നേരെ വയ്ക്കുമ്പോൾ, എടാ നീ കരുതിയിരുന്നോ, നിനക്ക് ഉള്ളതിന് ശരിക്കും കരുതി വെച്ചിട്ടുണ്ടോ എന്ന് വിഷ്ണുവിന് നേരെ ആഞ്ഞടിച്ച് സംസാരിക്കുകയാണ് രോഹിത്ത്. അപ്പോൾ രോഹിത്തിന് സത്യങ്ങൾ അറിയാമെന്നുള്ള കാര്യം നമ്മുടെ വിഷ്ണുവിന് അറിയാം. അപ്പം വിഷ്ണുവിൻ്റെ മുന്നിൽ വെച്ച് തന്നെ, നീയും ഇവളും നിൻ്റെ ഭാര്യയും എല്ലാവരും കൂടി ചെന്നിട്ട് എന്നെ ചതിച്ചതല്ലേ, കണ്ടവൻ്റെ വിഴുപ്പ് എന്നെ കൊണ്ട് ചുമപ്പിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് രോഹിത്ത് അവിടെ കിടന്ന് പറയുമ്പോൾ സത്യഭാമ ഇവിടെ കിടന്ന് പൊട്ടൻ ആട്ടം കാണുന്ന പോലെ രീതി കാണുന്നല്ലാതെ സത്യഭാമയ്ക്ക് പ്രത്യേകിച്ച് ഒന്നും മനസ്സിലാകുന്നില്ല. ഇവൻ എന്താ സംഭവിച്ചെന്ന് പോലും സത്യഭാമ കരുതില്ല. ശ്യാമയ്ക്ക് ഒരറ്റം ടെൻഷനാണ്, നമ്മുടെ വിഷ്ണുവിന് ദേഷ്യം വന്നത്, കാരണം സ്വന്തം അച്ഛൻ്റെ തൻ്റെ മുന്നിൽ വെച്ച് തന്നെ ഇവൻ പിടിച്ച് തള്ളി എന്ന് പറയുമ്പം വിഷ്ണുവിന് സഹിക്കാമില്ല. അതിനേക്കാളൊക്കെ ഉപരി വിഷ്ണുവിൻ്റെ നേരെ നോക്കി ഇവൻ പറഞ്ഞു, വിഷ്ണു നീ കരുതി വെച്ചോടാ, നീ എൻ്റെ അടുത്ത് കളിക്കാൻ വേണ്ട, നിന്നെ ഞാൻ ശരിക്കും ദ്രോഹിച്ചിട്ട് എടുത്തുള്ളൂ, നീ അനുഭവിക്കാൻ ഇരിക്കുന്നേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ സത്യം ഒന്നും മനസ്സിലാകും. താൻ ഇത്രയും നാൾ തൻ്റെ മകനായി രീതിയിൽ വളർത്തി, കാരണം മകനേക്കാൾ ഉപരി ഒരു സ്ഥാനം കൊടുത്ത് വളർത്തിയ രോഹിത്താണ് പെരുമാറുന്നത്, അവൻ എങ്ങനെ ഇതിനൊക്കെ സാധിക്കുന്നത്, ആരാണ് അവൻ ഇങ്ങനെ പ്രേരിപ്പിക്കുന്നത്, ഇവൻ ആറൊരു ചരടിലേക്ക് നിന്ന് ആടുന്ന പാവം മാത്രം ആയിക്കഴിഞ്ഞാൽ സത്യാമ്മയ്ക്ക് ഒരുവിധം മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ രോഹിത് പറയുന്നത്, നീയൊക്കെ കൂടെ എന്നെ ചതിച്ചതിൻ്റെ ചതി അതിനെ ഒരിക്കലും മറക്കത്തില്ല എന്ന് നേരെ പറയാം. ശ്യാമെ, നിന്നെപ്പോലെ ഒരു പെണ്ണ് ഈ ലോകത്ത് കാണത്തില്ല, നീയാണ് എൻ്റെ കുടുംബം നശിപ്പിച്ചത് തന്നെ, എല്ലാ അശ്രദ്ധത്തിനും പ്രധാന കാരണം നീ തന്നെയാണ് വന്നിട്ട് നേരെ, നീ നിൻ്റെ ചേച്ചി ആ ശാലിനി നിന്നെയൊക്കെ ഉണ്ടല്ലോ എന്ന് നേരെ പറഞ്ഞ് അങ്ങനെ ശ്യാമയ്ക്ക് നേരെ ഇനി അടുത്ത ശ്യാമയെക്കുറിച്ചുള്ള സർവ്വ സത്യങ്ങളും പറഞ്ഞുള്ള അപവാദം പറയത്തക്ക രീതിയിൽ ലെവലിലേക്ക് രോഹിത്ത് പോകാൻ നിൽക്കുന്നതാണ് ഇനി അടുത്ത എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്ത് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇനി കാണാൻ പോകുന്ന എപ്പിസോഡിൻ്റെ ഫുൾ റിവ്യൂ. അപ്പോൾ എല്ലാവരും കാണുക, ചാനൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ കമൻറ്റ്സ് ഷെയർ ചെയ്യാൻ ആരും മറക്കണ്ട. ബൈ.